ഇന്ന് നമ്മൾ നേന്ത്രപ്പഴവും ബ്രെഡും വെച്ച് നല്ല ടേസ്റ്റിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബനാന പോളയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ ഈ പോള റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ആണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ ഒഴിക്കുക. അത് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു പിടി കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കുക. നന്നായിട്ട് വറവായി വരുന്ന സമയത്ത് നമ്മൾ തലേ ദിവസം കുറച്ച് ഉന്നക്കായയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കാഷ്യൂനട്ടും കിസ്മിസ് എല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബാലൻസ് വന്നതുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ തേങ്ങയും അതുപോലെ തന്നെ കാഷ്യൂനട്ടും ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ബനാന പോളയാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് മെയിനായിട്ടും വേണ്ടത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 6 നേന്ത്രപ്പഴം തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ സെയിം പാൻ തന്നെ സ്റ്റൗവിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യോ സൺഫ്ലവർ ഓയിലോ ബട്ടറോ ഒഴിക്കുക. അത് നന്നായി ചൂടായി വരുമ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്, നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. പഴം നന്നായിട്ട് വേവായി വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങയുടെ മിക്സാണ്. അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ട എഗ് ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് ഒരു 6 മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. നമ്മളിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് നമുക്കിനി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഏത് പാനിലാണോ നമ്മുടെ പോള റെഡിയാക്കി എടുക്കുന്നത് ആ പാൻ എടുത്തിട്ട് അതിലൊരല്പം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ തേച്ച് പിടിപ്പിക്കുക. ഈ ഒരു രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. പിന്നെ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതിന് സൈഡെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണ എടുത്തിട്ട് എഗ് ബാറ്റർ നന്നായിട്ട് മുക്കിയിട്ട് നമ്മുടെ പാനിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുന്ന സമയത്ത് സൈഡ് ഭാഗം കുറച്ച് മുകളിലോട്ടായിട്ട് പൊക്കിയിട്ട് വേണം ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ ബ്രെഡ് വെക്കുന്ന സമയത്ത് സൈഡിലും അതുപോലെ തന്നെ ഉൾവശത്തെല്ലാം ചെറിയ ചെറിയ ഗ്യാപ്പെല്ലാം ഉണ്ടെങ്കിൽ ചെറിയ ബ്രെഡ് പീസസ് എല്ലാം വെച്ച് അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ മിക്സ് ഉണ്ടായിരുന്നല്ലോ, അത് ഫുള്ളായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ബ്രെഡ് പീസസും നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് മുകളിലും നേരത്തെ വെച്ച പോലെ തന്നെ അടുക്കി അടുക്കി വെച്ച് കൊടുക്കുകയാണ്. സൈഡിൽ ചെറിയ ഗ്യാപ്പെല്ലാം ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസെല്ലാം വെച്ചിട്ട് ഫുള്ളായിട്ടും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു എഗ് ബാറ്റർ ഫുള്ളായിട്ട് നമ്മൾ ഇതിന് മുകളിലായിട്ട് ഒഴിക്കുകയാണ്. ഫുള്ളായിട്ട് ഒഴിക്കുകയാണ്. ശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇനി ഇതുപോലെ അടപ്പ് വെച്ച് കൊടുക്കുക. അടപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ സ്റ്റൗവിൽ നേരിട്ടല്ല വെക്കുന്നത്. ആദ്യം ഒരു പഴയ പാൻ വെച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ടാണ് നമ്മുടെ പാൻ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. വെക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ചൊരു 15-20 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പതിയെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അടിവശമെല്ലാം നന്നായിട്ട് ഇളകി വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കിത് മറ്റൊരു പാനിലേക്ക് പതിയെ ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ കമിഴ്ത്തിയതിന് ശേഷം വീണ്ടും ഇത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഈ സമയത്തും അടിയിലൊരു പാത്രം വെച്ചിട്ട് വേണം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചൊരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാകുന്ന ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.